നമസ്കാരം. ആലപ്പുഴയിലെ വിവാദമായ രക്ഷാപ്രവർത്തന കേസ് കേരളം കണ്ട ഒരു സിനിമയിലെ ട്വിസ്റ്റിനെ വെല്ലുന്ന ഹൈ വോൾട്ടേജ് നാടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ADGP MR അജിത് കുമാർ ഇപ്പോൾ സ്വന്തം കസേര സുരക്ഷിതമാക്കാൻ ഒരു എസ്കേപ്പ് പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. MR അജിത് കുമാർ ഈ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉന്നത തലത്തിൽ വൈകിപ്പിക്കൽ തന്ത്രം പുറത്തെടുക്കുന്നതായി സൂചനയുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ട അടിയന്തര വിശദീകരണം നൽകാതെ താൻ കേരളത്തിന് പുറത്താണെന്ന ന്യായവാദം ഉന്നയിക്കുന്നത് ഈ കേസ് ഡയറി തിരുത്തിയ കേസിൽ നിന്നും DGP സ്ഥാനക്കയറ്റത്തിനുള്ള സമിതി യോഗം കഴിയുന്നതുവരെ സമയം നീട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ബിവറേജസ് കോർപ്പറേഷൻ MD ആയ അജിത് കുമാറിനോട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ എത്രയും വേഗം വിശദീകരണം നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് പുറത്താണെന്നും മടങ്ങിയെത്തിയ ശേഷം മാത്രമേ മറുപടി നൽകാനാകൂ എന്നും അറിയിച്ചുകൊണ്ട് ADGP നൽകിയ കത്ത് പോലീസിലെ ഒരു വിഭാഗത്തിന്റെ കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ DGPക്ക് അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ സാധിക്കൂ. ഈ നിയമപരമായ സാങ്കേതികത്വം തന്നെയാണ് ADGP തനിക്ക് അനുകൂലമായ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സമിതി യോഗം ചേരുന്നതുവരെ ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്താതിരുന്നാൽ യാതൊരുവിധ അച്ചടക്ക നടപടികളോ കറകളോ ഇല്ലാതെ അജിത് കുമാറിന് DGP പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. ആദ്യ അന്വേഷണത്തിലെ കേസ് ഡയറി തിരുത്തിയതിന് അടക്കമുള്ള അതീവ ഗുരുതരമായ ഇടപെടലുകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ കേസ് അട്ടിമറിക്കാൻ നടത്തിയ നിയമവിരുദ്ധമായ നീക്കങ്ങൾ വ്യക്തമായിട്ടും അദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ ദിവസങ്ങൾ നീട്ടി നൽകുന്നത് പോലീസിലെ ചില ഉന്നതർ ഒത്തുകളിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സ്വന്തം കരിയർ സുരക്ഷിതമാക്കാൻ നടത്തുന്ന ഈ നീക്കമാണ് യഥാർത്ഥ രക്ഷാപ്രവർത്തനം എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും അണികളും പരോക്ഷമായി പരിഹസിക്കുന്നുണ്ട്. കേസ് ഡയറി തിരുത്താൻ കാണിച്ച അതേ താൽപര്യം തന്നെയാണ് പ്രമോഷൻ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഈ വൈകിപ്പിക്കൽ തന്ത്രത്തിലും പ്രകടമാകുന്നത്. പോലീസ് ആസ്ഥാനത്തെയും ആഭ്യന്തര വകുപ്പിലെയും ചില പ്രമുഖരുടെ മൗന അനുവാദത്തോടെയാണ് ഈ നാടകം അരങ്ങേറുന്നത് എന്നാണ് വിവരം. ഔദ്യോഗികമായി അതീവ ഗുരുതരമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് സ്വകാര്യ സന്ദർശനത്തിനായി സംസ്ഥാനത്തിന് പുറത്തു പോകാൻ അനുമതി ലഭിച്ചതു തന്നെ ഈ ഒത്തുകളിയുടെ ആഴം വ്യക്തമാക്കുന്നു. DGPയുടെ ശുപാർശ സഹിതമുള്ള ഈ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി വഴി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറേണ്ടതുണ്ട്. തുടർന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി ആലോചിച്ച ശേഷമായിരിക്കും അന്തിമ നടപടി സ്വീകരിക്കുക. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില സ്വാധീന ശക്തികൾ ഈ അജിത് കുമാറിന് അനുകൂലമായി നിലകൊള്ളുന്നതാണ് ആഭ്യന്തര വകുപ്പിലെ അടിയൊഴുക്കുകൾ മന്ദഗതിയിലാക്കാൻ കാരണമെന്നാണ് ആക്ഷേപം. ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്ന സാധാരണ പോലീസുകാർക്കെതിരെ നിമിഷങ്ങൾക്കകം സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കേസ് ഡയറി തിരുത്തിയ ADGPക്ക് മുന്നിൽ നിയമപുസ്തകം മടക്കിവെച്ച് കാത്തിരിക്കുന്നത് ഇരട്ടത്താപ്പാണ്. DCP യോഗം കഴിഞ്ഞ് സ്ഥാനക്കയറ്റം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ റിപ്പോർട്ടിന്മേൽ വരുന്ന നടപടികൾ സാങ്കേതികമായി മറികടക്കാൻ അജിത് കുമാറിന് എളുപ്പമായിരിക്കും. വിവാദമായ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കപ്പെട്ടതിലൂടെ സംസ്ഥാന പോലീസിന്റെ വിശ്വാസ്യതയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത്. ആ കറ കഴുകിക്കളയാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഈ ഒത്തുകളി മുന്നോട്ടു പോകുന്നത്. ഇത് സേനയ്ക്കുള്ളിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ ADGP MR അജിത് കുമാറിന്റെ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള യാത്ര വെറുമൊരു സ്വകാര്യ സന്ദർശനമല്ല, മറിച്ച് DGP പദവി ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണെന്നാണ് സൂചന.